ആരംഭ റസൂലിന്റെ പ്രിയപ്പെട്ട പുത്രിയാണ്, എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് ആരംഭ റസൂല് പറഞ്ഞിട്ടുള്ള മഹതിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിനെ വിളിച്ചു തേടുന്നു. എന്തേ ഇവർക്ക് ശിർക്ക് തിരിഞ്ഞില്ലേ? തൗഹീദ് അറിഞ്ഞില്ലേ? മുജാഹിദ് പറയുന്നത് എന്താ? ഹുസൈൻ സലഫി പറയുന്നത് ഞാൻ കേൾപ്പിച്ച വഫാത്തായ നബിയോട് ശഫാഅത്ത് ചോദിക്കാൻ പാടില്ല. അശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വാഹിലനാ ഇൻ വായാ സയ്യിദി ഖൈറൻ നബി. മുസ്ലിമീങ്ങളായ നമ്മളൊക്കെ പറയുന്നു, ചോദിക്കുന്നു. അത് പാടില്ല, അതിന് തെളിവില്ല എന്നാ മുജാഹിദ് പഠിപ്പിക്കണ തൗഹീദ്. കേട്ടോളൂ ഹുസൈൻ സലഫി പറയുന്നത്, വെച്ചുകൊടുക്ക്. എന്ന് നിങ്ങൾ മങ്കൂസമൂരി ചൊല്ലിയിട്ട് വിളിക്കാറുണ്ടല്ലോ റസൂലുള്ളാഹിനെ. അങ്ങനെ റസൂലുള്ളാഹിനെ നിങ്ങൾ വിളിക്കാറില്ലേ? ആ വിളിക്ക് ഇസ്ലാമിൽ രേഖയില്ല. എന്നാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ആരംഭ റസൂലിനെ വിളിച്ച് തേടുന്നു. എന്ത്? നബിയേ ബിഹഖീക കുല്ലി ഫീമാ അദിയ ഷാഫിയൻ, നിങ്ങൾ എനിക്ക് ശഫാഅത്ത് ചെയ്യുന്നവനാവണം നബിയേ. ഫാത്തിമ ബീവിക്ക് അറിയാത്ത തൗഹീദല്ലേ മുജാഹിദ് പഠിപ്പിക്കുന്നത്? ഇമാമുകൾക്ക് അറിയാത്ത തൗഹീദല്ലേ പഠിപ്പിക്കുന്നത്? ഇവരൊക്കെ പറയുന്നത് ശഫാഅത്ത് തേടൽ സുന്നത്താണ്, പുണ്യകർമ്മമാണ് എന്നാണ്. അപ്പൊ മുജാഹിദ് പഠിപ്പിക്കണ ഈ തൗഹീദ് ഇസ്ലാമികമല്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഇപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു എന്ന് പറഞ്ഞത് അത് ഏത് ഹദീസാണെന്ന് വ്യക്തമാക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം അതാണ് തീരുമാനിക്കുക. ആദ്യം കൊടുത്ത തരാം ഒരൊറ്റ മിനിറ്റ്. എന്നാ പിന്നെ ഓരോന്ന് പറഞ്ഞ തീരുമാനമായാലേ നമ്മൾ വിഷയം വേഗം തീരുമാനമാവും. അതിൽ നമുക്ക് നോക്കാറില്ല. അങ്ങനെയല്ല അതിന്റെ സംഗതി. കയ്യിൽ തന്നിട്ടല്ലാത്ത പരിപാടിയില്ല. ഞങ്ങളുടെ പ്രശ്നം അതാണ്. മുജാഹിദ് മൗലവി പറഞ്ഞ മാതിരിയല്ല. അത് അതിന്റെ ഇടയ്ക്ക് കാണിച്ചു തരാം. മുജാഹിദിന്റെ നേതാവ് പറയുന്നത് എന്താണ്? അല്ല, ഞങ്ങള് കാണിച്ചു തരും, കയ്യിൽ തരൂരാന്നാ. ഞങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ല. ഞങ്ങൾ കയ്യിൽ തരും ചെയ്യും, കാണിച്ചു തരും ചെയ്യും. ഇതാ കൊടുക്ക് ബിസ്മില്ലാ, കൊടുക്ക് വായിച്ചു നോക്കിയിട്ട് അതിൽ ശരിയല്ലെങ്കിൽ പറയണം. നിങ്ങൾ നോക്കിക്കോളി. മൈക്ക കൊടുക്ക്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ല മനസ്സിലാക്കൽ പിന്നെ അതിലുള്ളതുണ്ടോ, ആ വായിച്ചത് അതിലുണ്ടോ ഇല്ലേ നോക്കിയിട്ട് ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. മനസ്സിലാക്കലും വാഴ് പറഞ്ഞൊക്കെ പിന്നാക്കാം. നിങ്ങൾക്ക് നല്ലോണം പ്രസംഗിക്കാൻ കഴിഞ്ഞ് എനിക്കറിയാം, ഞങ്ങൾക്ക് നിങ്ങളിലേറെ പ്രസംഗിക്കാൻ കഴിഞ്ഞ് നിങ്ങൾക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് കാര്യമില്ല, വിഷയം തീരുമാനമാവണം. അത് ആ കിതാബിൽ ഉണ്ടോ ഇല്ലേ നോക്ക്, ഉറപ്പുവരുത്തി കൊടുക്കും. അതിനെ കുറിച്ച് പറയാൻ ആ കിതാബ് നോക്കി പറയും. വേറെ പ്രസംഗം അത് നമുക്ക് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്രയും പ്രസംഗിക്കാം, അതിന് കുഴപ്പമില്ല. എത്രയും പ്രസംഗിക്കാം. അവസാനിപ്പിച്ച് ഞങ്ങൾ പറഞ്ഞ് ശ്രദ്ധിക്കുക. ഞങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടേ മറുപടി പറഞ്ഞത്. ഇത് മുഖാമുഖമാണ്. മുഖാമുഖം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അപ്പൊ അവിടുന്ന് ചോദിക്കണമെങ്കിൽ ഇങ്ങോട്ടും മറുപടി പറയും. ജനങ്ങളെ ആരാ പൊട്ടീസാകുന്നത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതാണ് വ്യക്തത. അതൊക്കെ അവസാനത്തെ ഷീറ്റാണ്, കുടുങ്ങണ നേരത്തെ ഇരിക്കുന്ന ഷീറ്റാണ്. അതൊക്കെ എടുക്കാൻ തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് അറിയാതെ എടുക്കാൻ പോണത്. അതിനൊന്നും വിടൂലങ്ങളെ ഞങ്ങൾ ഇതൊക്കെ പഠിപ്പിച്ചിട്ടേ വിടുള്ളൂ. അതാണ് കിതാബ് നോക്കിയിട്ട് അതിലെല്ലാം ഞാൻ പറയില്ല. കിതാബ് കണ്ടിട്ട് പറയൂ. ബുഖാരിയിലുള്ളത് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റൂലല്ലോ. കാരണം ഇബ്നുൽ മുൻകദിർ തങ്ങള് അള്ളാന്റെ റസൂലിന്റെ ജാറത്തിങ്കലിൽ പോയി സഹായം തേടിയ ഇബ്നുൽ മുൻകദിറിൽ നിന്ന് ഹദീസ് ഉദ്ധരിച്ച ഇമാം ബുഖാരി നിങ്ങളെങ്ങനെ സ്വീകരിക്കും? നിങ്ങൾക്ക് മുസ്ലിം ലോകത്തുള്ള ഒരാളുടെ ഹദീസും നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ ആ കാണിച്ച കിതാബിലുണ്ടെങ്കിൽ പറയണം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. നിങ്ങൾ ഈ ആളുകളെ വട്ടം കറക്കിയിട്ട് മുസ്ലിമീങ്ങളെ മുശ്രിക്കും കാഫിറുമാക്കുന്ന ഈ പ്രവണത ഉണ്ടല്ലോ, അത് ഇനി അധിക കാലം ഞങ്ങൾ കേരളത്തിലെ ഉത്ബുദ്ധ ജനത ഇവിടെ തിരിച്ചറിവ് നേടിയിരിക്കുന്നു. ഇത് നിങ്ങളുടെ ദുഷിച്ച തൗഹീദ് ഞങ്ങൾ ഇവിടെ കുഴിച്ചുകൂടുക തന്നെ ചെയ്യും. നടക്കൂല കുട്ടി, നടക്കൂല. പൂർവീകർ പഠിപ്പിച്ച തൗഹീദ്, ആ തൗഹീദിന് വിരുദ്ധമായി നിങ്ങൾ ഈ കുറെ കാലമായി മുസ്ലിമീങ്ങളെ പറ്റിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. മുസ്ലിമീങ്ങൾ
ഞങ്ങളെ നിങ്ങൾ ഈ പുകമറ സൃഷ്ടിച്ച് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ മുമ്പിൽ നടക്കുകയില്ല. ഞങ്ങൾ നിങ്ങളെ വരിഞ്ഞു മുറുക്കും. ഞങ്ങള് തൗഹീദിന് വിരുദ്ധമായി പൂർവീകർ പഠിപ്പിച്ച തൗഹീദ് അതിനെതിരിൽ സഹോദരന്മാരെ അതിനാ ഞാൻ കിതാബ് തന്നത്. അതിന്റെ പേരിൽ രക്ഷപ്പെടാൻ നിങ്ങൾ അനുവദിക്കില്ല. അതല്ലേ രസം. നിങ്ങൾ ഈ കുറെ കാലമായി മുസ്ലിമീങ്ങളെ കാഫറും മുശ്രിക്കുമാക്കി ജീവിക്കാൻ തുടങ്ങിയിട്ട് കാഫറാക്കൽ പറഞ്ഞപ്പോൾ ഞങ്ങളോട് കാഫറാക്കുക. നമ്മളെ ആളുകളൊന്നും അങ്ങനെ ഒന്നുമില്ല. ഇതൊക്കെ സാധാരണ ഇതൊക്കെ അവസാന നേരത്തിൻ്റെ കുടുങ്ങൽ. അതൊക്കെ നമുക്ക് അനുഭവമല്ലേ. മുഖാമുഖം 360 ചെല്ലാനായി അല്ലാതെ ദിവസം കൂടി നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം. ഈ ജാതി പല ആളുകളും ഞങ്ങൾ കണ്ടതാണ്. അവസാനം ഗതിമുട്ടുക നേരത്ത് മുജാഹിദ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ സഹോദരന്മാർ, ജാറങ്ങളിൽ പോയിട്ട് മഹായിമാക്കളെ മക്ബറയിൽ പോയി തവസ്സുലും ഇസ്തിഗാസയും ചെയ്യുന്നത് ശിർക്കാണ്, കുഫ്റാണ് എന്ന് പറയുന്ന ഈ ആചാരം ഇല്ല. പ്രമാണങ്ങളുടെ പിൻബലമില്ല. ആയത്തിൽ പറഞ്ഞിട്ടില്ല, ഹദീസിൽ പറഞ്ഞിട്ടില്ല. മൗലവിമാരുടെ പോക്കറ്റിൽ നിന്ന് എടുക്കുന്നു, എന്നിട്ട് പകരം ഈ കുഞ്ഞാടുകൾക്ക് പകർന്നു കൊടുക്കുന്നു. അവരണ്ണാക്കുത്തറോ അത് വിഴുങ്ങുന്നു. ഇതല്ലാതെ പ്രമാണവുമായോ ഇസ്ലാമുമായോ ഇതിന് ബന്ധമില്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. മുഖാമുഖ വേദിയിലിരിക്കുന്ന ബഹുമാനി പണ്ഡിതന്മാർ മനസ്സിലാക്കേണ്ടത്, സാധാരണക്കാരായ ആളുകൾ മുഖാമുഖത്തിന് വന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അറബിയിൽ വലിയ വിജ്ഞാനമൊന്നും ഉള്ളവരായിരിക്കില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഞങ്ങൾക്കറിയേണ്ടത്, നിങ്ങൾ ഓടി വെച്ച ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറത്തിൽ വന്ന് ചോദിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞ ആ ഹദീസ് ഏത് ഹദീസാണ്? അത് ഏത് ബുഖാരിയാണോ മുസ്ലിമാണോ ഏതാണ് നിങ്ങൾ പറയുന്നതിന് മടിച്ചിട്ട് മറിച്ച് തിരിച്ച് അറബിയിൽ ഇങ്ങോട്ടുണ്ടോ? ഇപ്പൊ ഞങ്ങൾ ഇംഗ്ലീഷ് അധ്യാപകനാണ്, ഞാൻ കുറെ ഇംഗ്ലീഷ് അങ്ങോട്ട് വെച്ചിട്ട് കാര്യമുണ്ടോ? അറബി നിങ്ങൾക്കറിയാം, നിങ്ങൾ അറബി പണ്ഡിതന്മാരാ, ഇല്ല ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ ഞങ്ങൾക്കറിയേണ്ടത്, നിങ്ങൾ ഈ പറഞ്ഞത് ഹദീസാണോ? ഹദീസാണെങ്കിൽ ഏതാണ് ആ ഹദീസ് നിങ്ങൾ ഉദ്ധരിക്കുക. അതാണ് അറിയേണ്ടത്. അല്ല ഞങ്ങളുടെ പാണ്ഡിത്യത്തെ അളക്കാനുള്ള വേദി അല്ല ഇത്. നിങ്ങൾ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾക്ക് ഇത് തിരിയുടെ അറബിയാണ്, അറബി തീരാം. പിന്നെ ഇപ്പൊ ഞാൻ ഹദീസ് പറഞ്ഞിട്ടും കാര്യമുണ്ടോ? അപ്പൊ അതുകൊണ്ട് ആ ചർച്ചയ്ക്ക് ഒരു പ്രസക്തിയില്ല. ഞങ്ങളെ ഹദീസിൽ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് അധ്യാപകനാണ് നിങ്ങൾ. അതന്നെയാണ് നിങ്ങളെ തകരാറേ. നിങ്ങൾ ഖുർആനും സുന്നത്തും പഠിച്ചിട്ടില്ല എന്നാണ് ഞാനും പറഞ്ഞത്. അപ്പൊ പഠിച്ച ഇമാമുകൾ പറയുന്നത് അംഗീകരിക്കണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. മുഖാമുഖം തുടങ്ങിയ നേരത്തിന് ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചതല്ല, നിങ്ങൾ വിലയിരുത്തണം. അയാൾ നിങ്ങളൊരു പുകമറ സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഇത് പൊതുജനങ്ങൾക്ക് ചോദിക്കാനുള്ള വേദിയാണ്. സൗഹൃദമായി ചോദിച്ചു, സൗഹൃദമായി മറുപടിയും പറഞ്ഞു. എന്തൊരു സൗഖ്യത്തിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ എവിടുന്ന് ഇത് ലൈന് മാറിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങളല്ല ചോദിച്ചത്, ഈ മൗലവിയാണ് അത് പറഞ്ഞത്. എന്ത്? അയാൾ ഇങ്ങനെ വെല്ലുവിളിയുടെ സ്വഭാവത്തിൽ വന്നു. അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ ഇവിടുന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബേജാറാണ്ട, ഇടയ്ക്ക് തുള്ളലുണ്ടാവും, ഞങ്ങൾക്കറിയാം. അതിനൊന്നും ബേജാറില്ല. അതായത് ഇവിടെ നല്ല സൗഹാർദ്ദത്തിന് ഇങ്ങനെ പോരുന്നു അല്ലേ? അപ്പൊ എന്താണ് വിഷയം? ഇസ്ലാം മാസികയിൽ ഇങ്ങനെ വെല്ലുവിളിച്ചു മുജാഹിദ് 5-10 മക്ബറയിൽ തെളിയിച്ചു തരാൻ കഴിയുമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. അപ്പൊ അതിന് നിങ്ങൾ ഇയാൾ ആവേശത്തിൽ വന്ന് നിങ്ങൾ ഇസ്ലാം മാസിക ഞങ്ങൾ അതിന് മറുപടി പറഞ്ഞു, നിങ്ങൾ വായിച്ചില്ലേ എന്ന് ചോദിച്ചിട്ടാ. അപ്പോഴാണ് ഞാനൊന്നാണ് കേൾപ്പിച്ചു തരാ, നിങ്ങളെ ഇസ്ലാം മാസികയിൽ പറഞ്ഞതെന്താ? അപ്പോഴാണ് നിങ്ങൾ നമ്മളെക്കാ കടത്തി വെട്ടിക്കൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ പറഞ്ഞത് മറുപടി ശരിയല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞ മറുപടിയെ കൂടി ക്രോസ് ചെയ്യുന്ന മഹാപണ്ഡിതരായി നിങ്ങൾ ചമയുകയാണ് അല്ലേ? അവിടുന്നാണല്ലോ ഈ ചർച്ച തുടങ്ങിയത്. അപ്പോഴാണ് ഞങ്ങൾ ചോദിക്കുന്നത്, അങ്ങനെ നിങ്ങൾ പാണ്ഡിത്യം ചമയണ്ട. ഷാഫി ഇമാമിനേക്കാളും നിങ്ങൾ വലുതാകണ്ട, ഇമാം ഇബ്നുൽ മുൻകദിറിനേക്കാളും വലുതാകണ്ട, നവവി ഇമാമിനേക്കാളും വലുതാകണ്ട, ഗസാലി ഇമാമിനേക്കാളും വലുതാകണ്ട. അവരൊക്കെ പറഞ്ഞത് ഇങ്ങനെയാണ്. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് പറയാം അത് ഞങ്ങൾക്ക് സാധാരണക്കാരാ, ഞങ്ങൾക്ക് ഇത് അറിയാം. നിങ്ങളിങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? അതിപ്പോ തോന്നണ്ടല്ലോ, ആദ്യം തോന്നേണ്ടതാണ്. അപ്പൊ നിങ്ങൾക്കിത് അറിയില്ല എന്നേ ഞങ്ങളും പറയണത്. നിങ്ങൾക്ക് ഖുർആനും സുന്നത്തും അറിയില്ല. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താനുള്ള എല്ലാ മുജാഹിദുകളെയും അവസ്ഥ അങ്ങനെയാണ്. ഈ വിവരമില്ലാത്ത ജാഹിലുകളായ മൗലവിമാര് നടത്തുന്ന ദുർവ്യാഖ്യാനം, ആ മുഖത്തിന്റെ കീഴിലാണ് നിങ്ങൾ സാധുക്കളെ നിങ്ങളൊക്കെ അകപ്പെട്ടു പോയിട്ടുള്ളത്. ഇമാം ഷാഫിയെ പോലോത്ത പണ്ഡിതന്മാർ, ഇമാം നവവിയെ പോലോത്ത പണ്ഡിതന്മാർ, ഇമാം അബൂ ഹനീഫയെ പോലുള്ള പണ്ഡിതന്മാർ, ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ പോലുള്ള പണ്ഡിതന്മാർ, അവരൊക്കെയാണ് ഇപ്രകാരം ചെയ്യുന്നത്. അവരൊക്കെയാണ് ഈ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. അത് ഉൾക്കൊള്ളാൻ പേർക്ക് വയ്യ. പിന്നെ ഇസ്ലാമി മാസിക എഴുതിയത് അംഗീകരിക്കും വേണം. ഇത് മുസ്ലിങ്ങളോട് പറയാൻ പറ്റുമോ? വിവരമില്ലാത്ത ഈ ജാഹിലായ മൗലവി എഴുതിയത് അംഗീകരിക്കണമെന്നും ഇമാമുൽ അഇമ്മ ലക്ഷക്കണക്കിന് ഹദീസ് പാണ്ഡിത്യമുള്ള ഇമാം ഷാഫി റളിയല്ലാഹു എന്ന് പറഞ്ഞത് അംഗീകരിക്കുകയില്ലാന്നും, ആ ഷാഫി ഇമാം പറഞ്ഞത് ചെയ്തത് അംഗീകരിക്കാൻ പറ്റും. അത് തൗഹീദിനെതിരെ തന്നെ, അത് ശിർക്കന്നെ. നിങ്ങൾ എന്തൊരു വിഡ്ഢിത്താണ്. എന്നിട്ട് പറയാം ഞാൻ ഇംഗ്ലീഷ് അധ്യാപകനല്ലേ? അത് ചോദിക്കുമ്പോൾ ഓർമ്മ വേണ്ടിയിരുന്നു. ഞങ്ങളെ ക്രോസ് ചെയ്യുമ്പോൾ അത് ഓർമ്മ വേണ്ടിയിരുന്നു. അത്
അതില്ലാതെ ഇപ്പൊ ഞാൻ ഇംഗ്ലീഷ് അധ്യാപകനാണെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. വിഷയങ്ങളുടെ നിജസ്ഥിതി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു വരുന്നുണ്ട്. മൗലവിമാരുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. ഖുർആൻ അറിയില്ല, ഹദീസ് അറിയില്ല, മറ്റ് പ്രമാണം അറിയില്ല. മൗലവിമാർ കൊടുക്കുന്ന തുണ്ടം കഷ്ണങ്ങളല്ലാതെ അവർക്കൊന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വിഷയങ്ങൾ നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുക എന്നല്ലാതെ ക്രോസ് ചെയ്ത് ഞങ്ങളെ തൗഹീദ് ശരിയാണെന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ നിൽക്കണ്ട. അങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഇപ്പൊ ഈ സംഭവിച്ചതുപോലൊക്കെ നിങ്ങൾക്ക് വിവരമില്ല എന്ന് നിങ്ങൾ തന്നെ പറയേണ്ട അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് വിഷയങ്ങൾ നിജസ്ഥിതി മനസ്സിലാക്കണം എന്നാണ്